ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ പ്ലം കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലിടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നേരം നമ്മൾ സോക്ക് ചെയ്തൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു കേക്കിൽ നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ് കേട്ടോ. നമ്മളിതിൽ ഓവൻ ഉപയോഗിക്കുന്നില്ല, ബീറ്റർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു ചായപാത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഈസി പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 150K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന വീഡിയോസ് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പിഞ്ച് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇതിൽ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കേക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. 7 പീസ് ഗ്രാമ്പൂവും ചെറിയൊരു പീസ് ജാതിക്കയും അതേപോലെ തന്നെ 1 പീസ് ഏലക്കായ കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പൊടി 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് ശരിക്കും കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറായിട്ട് വരണം. സാധാരണ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തീ ഓഫ് ചെയ്യും. ഇതങ്ങനെയല്ല, അത് നന്നായിട്ട് കരിഞ്ഞിട്ട് വരണം. അത് ഒരുപാട് കരിച്ച് കളയരുത്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. എന്നാലേ നമ്മുടെ കേക്കിന് ആ ഒരു കറക്റ്റ് പ്ലം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും മേലെ ഭാഗത്ത്. ആ ഒരു സമയത്ത് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഇതൊരു 30 സെക്കൻഡും കൂടെ ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലിടാനുള്ള ലെമൺ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഓറഞ്ച് പീൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പ്ലം കേക്കിന് ഒരു കുത്തുന്ന ടേസ്റ്റ് വരും ഈ ഒരു ഓറഞ്ചിൻ്റെ. അപ്പോൾ നമ്മളിത് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ലെമൺ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ലെമൺ ഒന്ന് പീൽ എടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ള കളറുള്ള ഭാഗം എടുക്കാണ്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കയ്പ്പ് ടേസ്റ്റ് ഒരുപാട് ഉണ്ടാവും. നമ്മൾ സാധാരണ പൊളിച്ച് കഴിക്കുന്ന നാരങ്ങയുടെ തോല് ഇതിനെടുക്കാറില്ല കേട്ടോ. അതിന് കയ്പ്പ് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓറഞ്ച് തന്നെ എടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു 1/4 കപ്പ് ലെമൺ ജസ്റ്റിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ആ ഒരു ഓറഞ്ച് തൊലിയുടെ കയ്പ്പ് ടേസ്റ്റ് പോകുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു തൊലിയുടെ കയ്പ്പ് ടേസ്റ്റൊക്കെ പോയി. ഇനി ഇതിൽ നിന്ന് വെള്ളം വാർത്തെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ പഞ്ചസാരയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഞ്ചസാരയൊക്കെ കുറുകിയിട്ട് നമ്മൾ കൈ വെച്ച് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു നൂല് വരുന്ന പാകം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെള്ളം മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു പഞ്ചസാര നന്നായിട്ട് വറ്റിയിട്ട് വരുന്നത് വരെ നമുക്ക് ഈ ഒരു ഓറഞ്ച് ജസ്റ്റ് അതിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം.
ഇത് നമുക്ക് ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ അത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ വറ്റി ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ ബ്ലാക്ക് റേസിൻസ് ആണ്, അതായത് കറുത്ത മുന്തിരിയാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളിതിലിടുന്നതും ഈ ഒരു കറുത്ത മുന്തിരി തന്നെയാണ്. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ഈ ഒരു ടൈപ്പ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു മഞ്ഞ കളർ ടൈപ്പുള്ള. അപ്പോൾ 2 ടൈപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 4 കളേഴ്സിൽ വരുന്ന 27 രൂപയെ ഈ ഒരു പാക്കിന് വരുന്നുള്ളൂ കേട്ടോ. അത് എല്ലാം കൂടെ 4 കളേഴ്സും ഒരു 1/2 കപ്പ് അളവിൽ അതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലെമൺ ജസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലെമൺ ജസ്റ്റ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. നമുക്ക് കടയിൽ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ലെമൺ ജസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെ സോക്ക് ചെയ്യുന്നതിന് സമയമൊന്നുമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആകുമ്പോഴേക്കും ഈ ഒരു കാരമൽ സോസിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചാൽ മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആകുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. സാധാരണ ഒരു ഫോർക്ക് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സിങ് ഈ ഒരു കേക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നേ ഇല്ല. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയായിട്ട് തോന്നും, പക്ഷേ ആ ഒരു ബട്ടറൊക്കെ അതിലോട്ട് നന്നായിട്ട് പിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു പഞ്ചസാരയും വാനില എസൻസും ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഒരു മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട. നിങ്ങൾ ബീറ്ററിലാണെങ്കിലും ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട. ഒരു 30-40 സെക്കൻഡ് അതെല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വരുന്നത് വരെ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി പോട്ട് എടുത്തതുകൊണ്ട് അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ഇതേപോലെ കുറച്ച് ചേർത്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കും. ഇനി നമുക്ക് ആ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ കാരമൽ സോസും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിനേക്കാൾ കൂടുതൽ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കറക്റ്റായിട്ട് വന്ന് നിൽക്കുള്ളൂ. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അളവിൽ കാഷ്യൂ നട്ട് പൊടിച്ചതും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ബദാം പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ ബാറ്ററിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മൈദ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാറ്ററിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പ്ലം കേക്കിലോട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സമയം സാധാരണയ്ക്കും കൂടിയിട്ട് വരും. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം.
അപ്പോൾ അതിനായിട്ട് ഇതേപോലൊരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീലിൻ്റെ ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത് ഞാൻ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുന്ന സമയത്ത് എന്തായാലും ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അടിഭാഗത്ത് നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കറുത്ത മുന്തിരിയും അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബിരിയാണി പോട്ടിലോട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറും 15 മിനിറ്റുമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ എനിക്ക് എടുത്തിട്ടുള്ള സമയം. അപ്പോൾ ഓരോരുത്തരുടെ പാത്രത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടും. സാധാരണ കേക്കിനേക്കും ഡബിൾ സമയം എടുത്തിട്ടായിരിക്കും ഈ ഒരു പ്ലം കേക്ക് ബേക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നടുഭാഗം കുത്തി നോക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ.